LDF വളരെ വലിയൊരു ആത്മവിശ്വാസത്തിലാണുള്ളത്. മൂന്നാം തുടർഭരണം ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണുള്ളത്. അതേപോലെ തന്നെ UDF സംബന്ധിച്ച് ഈ ഭരണം എങ്ങനെയും തിരിച്ചു പിടിക്കും എന്നുള്ളൊരു ഭയങ്കരമായ ഒരു പ്രതീക്ഷയിലാണ്. UDF ഏതെങ്കിലും കാരണവശാൽ അധികാരത്തിൽ വരാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ UDF എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ ഒരു ഡസനോളം വരുന്ന പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുമെന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗിന് ഇനിയൊരു ഭരണമില്ലാത്ത 5 വർഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. ഈ ഒരു 10 വർഷമായിട്ട് കേരളത്തിലെ ഒരു വകുപ്പിനെ കുറിച്ച് നമുക്ക് കുറ്റം പറയാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിനെതിരെ ഒരു സമരം പോലും നടത്താൻ സാധിക്കാത്തത്. ഏതൊക്കെയായാലും LDF 3 വന്നാലും വന്നില്ലെങ്കിലും വരണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പൊതുജനങ്ങളാണ്. നമസ്കാരം. മൂന്നാം പിണറായി സർക്കാർ ഭരണത്തിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് LDF. അതേപോലെ ഭരണം പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. മൂന്നാം LDF സർക്കാർ ഭരണം വന്നാലും ഇല്ലെങ്കിലും കേരളത്തിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? കേരളത്തെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് LDF വളരെ വലിയൊരു ആത്മവിശ്വാസത്തിലാണുള്ളത്. മൂന്നാം തുടർഭരണം ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണുള്ളത്. അതേപോലെ തന്നെ UDF സംബന്ധിച്ചിട്ട് ഈ ഭരണം എങ്ങനെയും തിരിച്ചു പിടിക്കും എന്നുള്ളൊരു ഭയങ്കരമായ ഒരു പ്രതീക്ഷയിലാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് വളരെ രസകരമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. കാരണം LDF വന്നാലും വന്നില്ലെങ്കിലും എന്ത് സംഭവിക്കുമെന്ന്. LDF വന്നില്ലെങ്കിൽ UDF അധികാരത്തിൽ വരും എന്നതാണ് അർത്ഥം. അങ്ങനെ UDF അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അടൂർ പ്രകാശിനെ പോലുള്ള ആളുകളുടെ ഭീഷണിയൊക്കെ ഇവിടെ നടപ്പിലാക്കപ്പെടുമോ? ഇവിടുത്തെ ചാനലുകൾ പൂട്ടിച്ചു കളയും, അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തെരുവിൽ വെച്ച് കൈകാര്യം ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാകുമോ എന്നാണ് നമുക്കറിയാനുള്ളത്. അതോ അവർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് VD സതീശൻ പറയുന്ന വികസന പ്രവർത്തനങ്ങളാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ UDF ഏതെങ്കിലും കാരണവശാൽ അധികാരത്തിൽ വരാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ UDF എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. കാരണം കോൺഗ്രസ് തന്നെ നമുക്കിപ്പം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഏറ്റവും ഏറിയ ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ ഒരു ഡസനോളം വരുന്ന പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുമെന്നുള്ളതാണ്. കാരണം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഏത് തരത്തിൽ ആ ഒരു ആഘാതത്തെ താങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നേതാക്കന്മാർ പോകുന്നത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. ആ പോകുന്നവർ മാത്രമേ പോകത്തുള്ളൂ, അവരുടെ കൂടെ മറ്റൊരാൾ പോകത്തില്ല. പിന്നെ അവരെ സംബന്ധിച്ചിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഫേസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന രീതിയിലേക്ക് ഇടതുപക്ഷം ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങും. അപ്പോൾ കാരണം സത്യമായി വന്നുകൊണ്ടിരിക്കില്ല. കാരണം ഇന്നത്തെ കോൺഗ്രസ്സുകാരെല്ലാം നാളത്തെ BJP ആണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണം ശക്തമാകും. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം വർഷങ്ങളായിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് MLAയും മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ നരേന്ദ്രമോദിയിൽ നിന്ന് മെമ്പർഷിപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിപ്പോഴേ തുടങ്ങിയെങ്കിൽ UDF അധികാരം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് തന്നെ പിളർപ്പുണ്ടാവും. അണികളിൽ നിരാശ പടരും. അവർ സ്വാഭാവികമായിട്ടും BJP എന്ന സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും. അതിൽ നിന്ന് പിന്നീട് സംഭവിക്കാൻ വെച്ചാൽ മുസ്ലിം ലീഗ് പൂർണ്ണമായിട്ടും UDF വിട്ടിട്ട് LDFിലേക്ക് വരുന്നൊരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗിന് ഇനിയൊരു ഭരണമില്ലാത്ത 5 വർഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് LDFിനെ കടന്നാക്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ KM ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ LDFിനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്നാക്രമിക്കാറില്ല. കാര്യം പിണറായി വിജയനെതിരെയൊക്കെ ഇങ്ങനെ ചില വെല്ലുവിളികൾ നടത്തും എന്നുള്ളതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനോ അല്ലെങ്കിൽ ഭരണത്തിനെതിരെ എന്തെങ്കിലും സംസാരിക്കാനായിട്ടോ ഇവർ തയ്യാറായിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ UDF അധികാരത്തിൽ വരാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് LDFിന്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനധികം സമയമൊന്നും വേണ്ട. കാരണം ഈ LDFിന്റെ തുടർഭരണമാണ് വരാൻ പോകുന്നത് എങ്കിൽ 6 മാസത്തിനുള്ളിൽ UDF സംവിധാനം മൊത്തത്തിൽ മാറും. LDFിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഇപ്പോൾ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. കാരണം അത് ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഈ സർക്കാരിൻ്റെ ഗുണമായാലും ദോഷമായാലും നേരിട്ട് അനുഭവിക്കുന്ന ജനങ്ങളുണ്ട്. അപ്പോൾ സർക്കാർ പറയുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് 62-63 ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷനുകൾ നൽകുന്നു. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുകളുടെ മരുന്നുകളുടെ ലഭ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആശുപത്രികൾ നവീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളുകൾ നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. റോഡുകളെല്ലാം നല്ല അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെയുള്ള റോഡുകൾ വരുന്നുണ്ട്. അതോടൊപ്പം നാഷണൽ ഹൈവേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ട് ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് വേണം ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്ന് തീരുമാനിക്കുന്നത്. അത് കൂടാതെ തന്നെ ഈ സുനിൽ കനകലുവിന്റെ തന്നെ റിപ്പോർട്ടിലുള്ള ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MLAമാർക്ക് എതിരെ, അതായത് നിലവിലുള്ള LDF MLAമാർക്കെതിരെ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ട് ഇല്ല. നിലവിലുള്ള CPM MLAമാർക്കെതിരെ
ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ അല്ലെങ്കിൽ LDF MLA-മാർക്കെതിരെ ഒരു ആന്റി ഇൻകംബൻസി ഇല്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ആകെപ്പാടെ LDF-നകത്ത് ഇപ്പോൾ ഒരു തോമസ് കെ തോമസോ അങ്ങനെയുള്ള ഏതാനും വളരെ വിരലിലുണ്ടാവുന്ന MLA-മാർക്ക് എതിരെ മാത്രമാണ് ആരോപണങ്ങൾ ഇങ്ങനെയുള്ളത്. മറിച്ച് ബാക്കി എല്ലാ MLA-മാരും മിടുക്കന്മാരാണ്. ഈ മിടുക്കന്മാരായ MLA ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ട് പൊതുജനം തയ്യാറാവത്തില്ല. കാരണം പ്രാദേശികമായിട്ടുള്ള ഭരണ സംവിധാനത്തോടുള്ള എതിർപ്പുകൾ മൂലമൊക്കെയാണ് ത്രിതല പഞ്ചായത്തിൽ UDF-ന് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. പക്ഷേ MLA-മാർ തങ്ങളുടെ മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുള്ളത് മികച്ച പ്രവർത്തനമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ആ MLA-മാർക്ക് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കും. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UDF-ന്റെ എത്ര MLA-മാർ കിഫ്ബി പദ്ധതിയിൽ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സർക്കാർ പണം അനുവദിക്കുന്നില്ല, സർക്കാർ പദ്ധതികൾ നൽകുന്നില്ല തങ്ങളുടെ മണ്ഡലങ്ങളിലേക്ക് എന്നൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങളും കരച്ചിലുകളും ഒക്കെ നടത്തുന്ന സമയത്ത് UDF-ന്റെ ഈ 42 MLA-മാരിൽ എത്ര പേർ കിഫ്ബി പ്രൊജക്ടുകൾ നൽകിയിട്ടുണ്ട്? തന്റെ മണ്ഡലത്തിൽ വേണ്ട വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കിഫ്ബിക്ക് എത്ര പ്രൊജക്ടുകൾ നൽകിയിട്ടുണ്ട്? ഒരു പ്രൊജക്ട് പോലും നൽകാത്ത MLA-മാരുണ്ട്. UDF-നകത്ത് നിന്ന് കിഫ്ബിയിലേക്ക് ഒരു പ്രൊജക്റ്റ് പോലും നൽകാത്ത MLA-മാർ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ ജനം ഇഷ്ടപ്പെടുമോ? ഇപ്പം നിലവിലുള്ള പല UDF MLA-മാരോടുമാണ് എതിർപ്പ് കൂടുതലായിട്ടുള്ളത്. പിന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ട് ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നിലവിലത്തെ സിറ്റിംഗ് MLA-മാർ ജയിച്ച് കയറി പോരാനായിട്ട് സാധ്യതകളുള്ളത്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇതിനകത്ത് ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ LDF 3 വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ചില ആളുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഭരണം LDF-ന്റെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സഖാക്കന്മാരൊക്കെ വലിയ അഹങ്കാരികളായിട്ട് മാറും എന്ന രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അങ്ങനെ വലിയൊരു അഹങ്കാരം കാണിച്ച് നേതാക്കന്മാർക്ക് ജനങ്ങൾക്കിടയിൽ നിൽക്കാൻ സാധിക്കുന്നത്. കാരണം ഇതെല്ലാം അറിയാവുന്ന മലയാളികളല്ലേ. മലയാളികളെ സംബന്ധിച്ചിട്ട് അവരുടെ അടുത്ത് വലിയ അഹങ്കാരവും ഹുങ്കും ഒക്കെ ആയിട്ട് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവരെ എടുത്ത് ഭിത്തിയിൽ ഒട്ടിക്കുന്ന ഒരു ശീലം കേരളത്തിലെ ജനങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല LDF 3 വന്നതുകൊണ്ട് ഇവിടെ ഭയങ്കര വലിയൊരു അരാജകത്വം ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ എപ്പോഴും ഒരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിട്ട് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെയുള്ള ഭീഷണികളുണ്ട്. ആ ഭീഷണികളാണ് കൂടുതലായിട്ടും UDF-ന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ അത് ചെയ്യും. ഇത് കേൾക്കുന്ന ആരാണ്? ഇടതുപക്ഷ ചിന്താധാരയിലുള്ള ആളുകളല്ലേ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരല്ലേ കേൾക്കുന്നത്. അവരെ സംബന്ധിച്ചിട്ട് അവർ UDF-ന് ഏതെങ്കിലും തരത്തിൽ KC വേണുഗോപാൽ പറഞ്ഞ എന്താണ്, അതായത് ഇടതുപക്ഷ സഹയാത്രികരിൽ പലരും തങ്ങൾക്ക് വോട്ട് ചെയ്യും, UDF-ന് വോട്ട് ചെയ്യും എന്നൊക്കെയുള്ള രീതി പറഞ്ഞു. പക്ഷെ അവർ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ സഹയാത്രികർക്കും ഉപദ്രവം ഏൽക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണി പ്രസംഗങ്ങൾ ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അത് കൂടാതെ തന്നെ നിലവിലുള്ള ഒരു വികസന തുടർച്ചയ്ക്ക് ആരാണ് വേണ്ടത് എന്നുള്ളത് ജനം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ 10 വർഷങ്ങൾക്ക് മുമ്പുള്ള വകുപ്പുകളൊന്നുമല്ല കേരളത്തിലെ വകുപ്പുകൾ എന്ന് പറയുന്നത്. 10 വർഷം മുമ്പുണ്ടായിരുന്ന വകുപ്പുകളെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കുറ്റം പറയാനും വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു 10 വർഷമായിട്ട് കേരളത്തിലെ ഒരു വകുപ്പിനെ കുറിച്ച് നമുക്ക് കുറ്റം പറയാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിനെതിരെ ഒരു സമരം പോലും നടത്താൻ സാധിക്കാതെ. ഒരു പക്ഷം ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ പിണറായി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ UDF അധികാരം പിടിച്ചു കഴിഞ്ഞാൽ തകർച്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അല്ല, ഇത് ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അത് അതേ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതികൾ പലപ്പോഴും വിഭാവനം ചെയ്യുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്. അതിന് ദീക്ഷണശാലികളായിട്ടുള്ള ഭരണാധികാരികൾ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ നല്ല പദ്ധതികൾ വരത്തുള്ളൂ. ഒരുപാട് പദ്ധതികൾ UDF ഭരണകാലത്ത് തറക്കല്ല് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതികളെല്ലാം കൃത്യമായിട്ട് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരുകളാണ്. അതിപ്പോൾ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ കാര്യമായിക്കൊള്ളട്ടെ, സ്മാർട്ട് സിറ്റിയുടെ കാര്യമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ടെക്നോ പാർക്കിൻ്റെ കാര്യമായിക്കൊള്ളട്ടെ, കലൂർ സ്റ്റേഡിയത്തിൻ്റെ കാര്യമായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കും ഒരു പദ്ധതി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് എല്ലാ പ്രപ്പോസൽസും. അതല്ല എങ്കിൽ ഇത് കാരണം ഈ കലൂർ സ്റ്റേഡിയത്തെക്കുറിച്ച് തന്നെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അത് ശ്രീ K കരുണാകരൻ്റെയും എനിക്കൊന്ന് JV മെത്രമ്പിയുടെ പിതാവൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അതിനകത്ത് വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഈ കലൂർ സ്റ്റേഡിയം വന്നതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ കൊണ്ടുവരുന്ന പ്രൊജക്റ്റാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണത്. കാരണം സ്മാർട്ട് സിറ്റി എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാൻ മാത്രമല്ലേ UDF-ന് സാധിച്ചത്, എന്തുകൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചില്ല? അങ്ങനെയുള്ള വലിയ ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പം പദ്ധതികൾ തറക്കല്ലിട്ട് വെച്ചിരുന്ന പദ്ധതികളെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചൊരു സർക്കാരാണ് ഈ അടുത്ത സർക്കാർ എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതികൾ ഉൾപ്പെടെ, വിഴിഞ്ഞം പദ്ധതി തുടക്കം കുറിച്ചത് UDF സർക്കാരാണ്.
അംഗീകരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളിൽ സർക്കാരുകളുടെ ഒരു ഏകോപനമുണ്ട്. LDF UDF സർക്കാരുകളുടെ ഒരു ഏകോപനമുണ്ട്. ഇപ്പം ഈ സർക്കാർ മാറിയാലും മാറിയില്ലെങ്കിലും ഇവിടെയുള്ളൊരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ മന്ത്രിമാരായിട്ട് ഒട്ടും കഴിവില്ലാത്ത ആളുകൾ വന്നു എന്ന് പറഞ്ഞാലും ആ സിസ്റ്റം ഗംഭീരമായിട്ട് പോകും. ആ കൂട്ടത്തിൽ ദീക്ഷണശാലികളായിട്ടുള്ള ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയും സംസ്ഥാനത്തുണ്ട് എന്നുണ്ടെങ്കിൽ പിണറായി വിജയന് ദീക്ഷണശാലിയല്ല എന്നൊന്നും ഒരു എതിരാളികൾ പോലും പറയത്തില്ല. അതല്ല എങ്കിൽ എന്താ പറയുക, നല്ല കരുത്തനായിട്ടുള്ള ഒരു സഖാവ് അല്ല, നേതാവ്, ലീഡർ അല്ല എന്നാരും പറയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും LDF 3 വരുമോ വരില്ലയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ LDF 3 വന്നു കഴിഞ്ഞാൽ സംഭവിക്കുക UDF എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അങ്ങനത്തെ വലിയൊരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. BJPയുടെ വളർച്ചയ്ക്ക് അത് കാരണമാവുകയും ചെയ്യും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. ഏതൊക്കെയായാലും LDF 3 വന്നാലും വന്നില്ലെങ്കിലും വരണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പൊതുജനങ്ങളാണ്. അത് ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറയാൻ വേണ്ടിയിട്ട് LDFും ജാഥ നടത്തുന്നുണ്ട്. സർക്കാരിൻ്റെ ന്യൂനതകൾ പറയാനായിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും ജാഥകൾ നയിക്കുന്നുണ്ട്. ഈ ജാഥകൾ കണ്ടു മനസ്സിലാക്കി ജനം തീരുമാനിക്കട്ടെ ആര് ഇവിടെ അധികാരത്തിൽ വരണം, ആര് വരണ്ട എന്നുള്ളതാണ് നമ്മുടെ പക്ഷം.